2026 ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ വരുന്നുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ഒരുപാട് പ്രതീക്ഷയുള്ള കുറേ സീരീസുകൾ ഈ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. ഓൾറെഡി നമുക്ക് നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം റൺ ചെയ്ത് കഴിഞ്ഞു. 6 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നുള്ളൂ. സോ ജനുവരി തന്നെ തുടങ്ങി ഫെബ്രുവരി തുടക്കത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ആയി. ദെൻ ഓൾറെഡി നമ്മൾ പിറ്റിൻ്റെ സെക്കൻഡ് സീസൺ ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിറ്റ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. കിടിലൻ സീരീസാണ്. ഒരു മെഡിക്കൽ ഡ്രാമ മോഡിൽ പോകുന്ന ഒറ്റ ദിവസം ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് കാണിച്ചു തരിക. ഫസ്റ്റ് സീസണിൽ അതായിരുന്നു. സെക്കൻഡ് സീസണിൽ അതേപോലെ തന്നെ രാവിലെ 7 മണിക്ക് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7-8 എപ്പിസോഡ് ആയി. മൊത്തം ഒരു 12-14 എപ്പിസോഡുകളുണ്ടാവും പിറ്റിൻ്റെ സീസൺ 2. നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം 6 എപ്പിസോഡുകൾ ഉണ്ടായിരുന്നുള്ളൂ, തീർന്നു. ഇതല്ലാതെ ഇനി ഈ വർഷം കൺഫേം ആയിട്ടുള്ള എന്നാൽ പ്രതീക്ഷിക്കുകയുള്ള ഒരുപാട് സീരീസുകൾ വരാനുണ്ട്. ആദ്യത്തെ തന്നെ ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ സീസൺ 3. നമുക്ക് ഈ വർഷം തന്നെ ഒരു 2 ഗെയിം ഓഫ് ത്രോൺസ് കണ്ടൻറ്റ് കിട്ടുകയാണ്. ഇതിനു മുമ്പ് അങ്ങനെ കിട്ടിയിട്ടില്ല. ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം അതേപോലെ തന്നെ സീരീസായ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 3 ഒരു വലിയ ബാറ്റിൽ നമ്മൾ കാത്തിരിക്കുന്നൊരു സീസണാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ ഓൾറെഡി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ ബാറ്റിൽ ഓഫ് ഗള്ളറ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഐ തിങ്ക് ഇതോടെ ഒരു 4 സീസണോട് ഇവർ തീർക്കും. സോ ആ ഒരു ബാറ്റിൽ ഓഫ് ഗോഡ്സ് എന്നുള്ളതൊക്കെ ഒരു പക്ഷേ അടുത്ത സീസണിലേക്കായിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവുക. സോ എന്തായാലും തേർഡ് സീസണിൽ ഒരുപാട് ഒരു എപ്പിക്കായിട്ടുള്ള ബാറ്റിൽ നമുക്ക് കാണാനുണ്ട്. പക്ഷെ അത് എത്രത്തോളം അവർ കാണിക്കുമെന്ന് അറിയില്ല. ഇതൊരു വലിയ സീ ബാറ്റിലാണ്. ആ ഒരു വെസ്റ്റ്രോസ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും വലിയ നേവൽ ബാറ്റിലാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. പക്ഷെ അത് ചിലപ്പോൾ ഒരു 10 മിനിറ്റിൽ കാണിച്ച് തീർക്കുമോ അറിയില്ല. ട്രെയിലറിൽ അത് ഒരുപാട് കാണിക്കുന്നുണ്ട്. അതിലേക്കുള്ള ബിൽഡപ്പാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ആക്ച്വലി ഇവരിത് കഴിഞ്ഞ സീസണിൽ കാണിക്കേണ്ടതായിരുന്നു തോന്നുന്നു. അവർ ഈ ബഡ്ജറ്റ് കൺസ്ട്രെയിനൊക്കെ കാരണം ആണ് തോന്നുന്നു ഇത് അടുത്ത സീസണിലേക്ക് പുഷ് ചെയ്തതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. സോ എന്തായാലും ഈ സീസണിൽ ഇവർ ഫുൾ ഇതിലേക്ക് പൈസ ഇറക്കിയിട്ടുണ്ട്. ഫുൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇവർ ചിലപ്പോൾ അടുത്ത സീസൺ കിട്ടാൻ ഒരു 2-3 വർഷമൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം വരും. സോ ഹൗസ് ഓഫ് ദി ഡ്രാഗൻ്റെ സീസൺ 3 അറൗണ്ട് ഒരു ജൂണിൽ എന്തുകൊണ്ട് റിലീസ് ഡേറ്റ് പുറത്തുള്ളത്. ഓൾറെഡി ഒഫീഷ്യൽ പോസ്റ്റേഴ്സും ചെറിയ ടീസറൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ദെൻ ബോയ്സിൻ്റെ സീസൺ 5 ഫിനാലെ സീസൺ ഈ വർഷമായിരിക്കും പുറത്തിറങ്ങുക. 2019 തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ബോയ്സ് തുടങ്ങിയത്. 26 എന്നൊക്കെ പറയുമ്പോൾ 5 സീസൺ കണ്ടിന്യൂസ്ലി അവർ റണ്ണായിട്ടുണ്ട്. ഇടയിലൊരു വർഷം ബ്രേക്കൊക്കെ വന്നിട്ടുള്ളൂ. അതിൻ്റെ സാധനം ഇവർക്ക് ഇനിയും വേണമെങ്കിൽ വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റും ഒരുപാട് സ്ഥലത്തേക്ക്. പക്ഷേ പ്രോപ്പറായിട്ട് ഇവർക്ക് നിർത്താൻ പറ്റുന്നുണ്ട്. ഒരു ഫിനാലയിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നി. കാരണം ഇങ്ങനെ വലിപ്പിക്കാം. ഇത് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒന്നും നടക്കാതെ ഇങ്ങനെ വലിപ്പിച്ചു കൊണ്ടുപോകാം. പക്ഷേ പ്രോപ്പറായിട്ട് അവർ നിർത്താൻ പോകുന്നു. അതിലേക്കുള്ളൊരു ബിൽഡപ്പ് ചെറുതൊന്നായിരുന്നില്ല. സോ ഒരു എപ്പിക്കായിട്ടുള്ളൊരു ഫിനാലെ നമുക്ക് ഏതൊക്കെ ക്യാരക്ടർ ഡെത്തുകൾ വരും നമുക്കിങ്ങനെ കണ്ടു തന്നെ അറിയണം. ഹോംലാൻഡർ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം തന്നെ ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്ററിൽ തന്നെ ഞാനിപ്പോൾ ഈ തമ്മിലിൽ കൊടുത്തിട്ടുള്ള സാധനത്തിൽ തന്നെ അവർ ഒരു വേൾഡിലേക്ക് ഫുള്ള് ബോംബിടുന്ന സെറ്റപ്പൊക്കെ കണ്ടു. സോ വിൽ ഹി ഡിസ്ട്രോയ് ദ വേൾഡ് ഓർ വിൽ ഹി ബി ഡിസ്ട്രോയിഡ് എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. ആൻഡ് ചിലപ്പോൾ ഇത് കുറേ സ്പിൻ ഓഫുകൾ കാര്യങ്ങൾ ഓൾറെഡി ഈ ജെൻവി ഉണ്ട്. അതേപോലത്തെ കുറേ സ്പിൻ ഓഫുകൾ നമുക്ക് വരും. ഇപ്പോൾ വോട്ടിൻ്റെ അപ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു സീരീസ് വരാനുണ്ട്. അത് ഈക്വലം തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ മറ്റേ സോൾജർ ബോയുള്ള ക്യാരക്ടർ, അതും പിന്നെ സ്റ്റോം ഫ്രണ്ട് എന്ന് പറയുന്ന ക്യാരക്ടർ ഇവരുടെ ആ ഒരു പാസ്റ്റ് ലൈഫൊക്കെ ആയിരിക്കും കാണിച്ചത്. അതായത് ഈ ഒരു ബോയ്സിൻ്റെ ഒരു പ്രീക്വൽ പോലെ സെർവ് ചെയ്യുന്നൊരു സാധനം. ഇപ്പോൾ ജെൻവി ആണെങ്കിൽ പ്രോപ്പർ സ്പിൻ ഓഫ് പോലെ സെർവ് ചെയ്ത പോലെ തന്നെ ഇനിയും കുറേ സ്പിൻ ഓഫ് സീരീസുകളൊക്കെ വരാനിരിക്കുന്നുണ്ടെന്ന് പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ തന്നെ ഒരു ആനിമേറ്റഡ് സീരീസ് വരാനുണ്ട്. അങ്ങനെ ഈ ഒരു ബോയ്സ് സീരീസ് ഇതോടെ തീർന്നില്ല. സീസൺ 5 ഈ സംഭവം തീരില്ല. ഇനിയും കുറേ സാധനങ്ങൾ വരാനുണ്ട്. സോ ഇതിലെ ഏതെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് കണ്ടു തന്നെ അറിയണം. നമ്മൾ വാക്കിംഗ് ഡെഡിൻ്റെ ഒക്കെ കണ്ടില്ലേ, ഓരോ ക്യാരക്ടറിനെ വെച്ച് ഓരോ സ്പിൻ ഓഫ്. അതൊക്കെ കുറച്ച് ഓവറായിരുന്നു. അതിൽ കുറേയൊക്കെ ഫ്ലോപ്പായി എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എനിക്കറിയില്ല, ഞാനത് ഫോളോ അപ്പ് ചെയ്യാറില്ല. അതേപോലെ തന്നെ ഒരു പക്ഷേ ബോയ്സിൽ ഇതെന്തായാലും തീരൂല, ഇത് കഴിഞ്ഞിട്ട് ഇനിയും പോകും. പക്ഷേ ഈ ഒരു ടീമിൻ്റെ ഈ ഒരു ടോട്ടൽ സെറ്റപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സംഭവം അവസാനിക്കുകയാണ്. സീസൺ 5 ഐ തിങ്ക് ഏപ്രിലോ മെയിലോ എന്തൊക്കെയാണ് റിലീസ് ചെയ്യാതിരിക്കുന്നത്. ഓരോ എപ്പിസോഡുകളും ഓരോ ആഴ്ചയിലേക്കും റിലീസ് ചെയ്യാം. ദെൻ ഡെയർ ഡബിൾ ബോൺ അഗൈൻ്റെ സീസൺ 2 ഈ വർഷമായിരിക്കും പുറത്തിറങ്ങാം. ഈ ഒരു മാർച്ചിൽ തന്നെ ഇറങ്ങുന്നുണ്ട്. മാർച്ച് 24 സംതിങ്. ഇതിൻ്റെ സീസൺ 1 അടിപൊളിയായിരുന്നു. സീസൺ 2 കുറച്ചും കൂടി പുതിയ ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ കാണുന്നൊക്കെ പറയുന്നുണ്ട്. ഐ തിങ്ക് മറ്റേ ആ ഒരു അയൺ ഫിസ്റ്റും ലൂക്ക് കേജും അവരൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇപ്പോൾ ടീസ് ചെയ്യുന്നുണ്ട്, അറിയില്ല. സോ ആ ഒരു ക്യാരക്ടേഴ്സിനും കൂടി ഇങ്ങോട്ട് എടുത്തിടുമോ എന്നുള്ളതും കൂടി അറിയില്ല. ആൻഡ് ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഈ വരാൻ പോകുന്ന മാർവൽ സിനിമകളിലായിട്ട് ഡയറക്റ്റ് ടൈപ്പ് വരാനും ചാൻസ് ഉണ്ട്. സോ കുറച്ച് എക്സൈറ്റിംഗ് ആണ്. ദെൻ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഗോഡ്സില്ല വേഴ്സസ് കോങ്, അല്ലെങ്കിൽ ഗോഡ്സില്ലയും കോങ് ഒക്കെ ഉള്ള ആ ഒരു യൂണിവേഴ്സിലെ സീരീസ് ഓൾറെഡി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഹിറ്റായിരുന്നു. ഐ തിങ്ക് ആപ്പിൾ TV+ ആയിരുന്നു തോന്നുന്നു. ഏതോ HBO ആപ്പിൾ TV+ ആയിരുന്നു. സോ ഇതിൻ്റെ സീസൺ 2 ഈ വർഷം തന്നെ ഈ ഫെബ്രുവരി അവസാനം തന്നെ നമുക്ക് തുടങ്ങുന്നുണ്ട്. ബാക്കിയുള്ള ഓരോ എപ്പിസോഡുകളായിട്ടായിരിക്കും ഇറങ്ങാം. ഇതെന്താ സംബന്ധം വെച്ചാൽ ഓൾറെഡി നമുക്ക് അടുത്ത വർഷം ഈ വർഷമാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അടുത്ത വർഷം എന്തോ അടുത്ത ഗോഡ്സില്ല വേഴ്സസ് കോങ് പടം ഇറങ്ങുന്നുണ്ട്.
ഒരു സൂപ്പർ നോവയോ അങ്ങനെ എന്തോ പേരിൽ. സോ അതിലേക്കുള്ള ഒരു ടൈയപ്പും കൂടിയാണ് ഈ ഒരു പടം. ഡയറക്റ്റായിട്ട് ഇതിൽ അവിടെ പോയിട്ടായിരിക്കും ഇത് നിർത്തുക. സോ അവർ പ്രോപ്പർ ചാനലിൽ കൂടെ പോകുന്ന കുറേ പുതിയ മോൺസ്റ്റേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾറെഡി അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിരുന്നു. സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കണ്ടു തന്നെ അറിയണം. സീസൺ 2 ഈ വർഷമായിരിക്കും പുറത്തിറങ്ങുക. ദെൻ ബീഫിൻ്റെ സീസൺ 2 നെറ്റ്ഫ്ലിക്സിലുള്ളൊരു സീരീസ് ഉണ്ട് ബീഫ്. അധികം ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതൊരു അടിപൊളി സീരീസാണ്. ഒരു 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 ബ്ലാക്ക് കോമഡി അല്ലെങ്കിൽ ആ ഒരു മോഡിലുള്ളൊരു സാധനമാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ ഒരു സാധനമാണ്. കണ്ടു നോക്കുക. അതിൻ്റെ സീസൺ 2 ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ റിലീസ് ഡേറ്റ് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ദെൻ വൺ പീസിൻ്റെ സീസൺ 2, അതായത് നെറ്റ്ഫ്ലിക്സിൻ്റെ വൺ പീസ്, അതിൻ്റെ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ട്രെയിലറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ അറ്റംപ്റ്റും ഇവരുടെ ഉദ്ദേശമൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇത് ഈ വൺ പീസ് എന്നുള്ളത് ഈ ഒന്നോ രണ്ടോ ആർക്കി തീരുന്ന സാധനമല്ല. അല്ലെങ്കിൽ ഈ മറ്റേ സാധനം 1500 എപ്പിസോഡ് എന്തോ ആയി. അത്രയും റണ്ണാണ് ഒറിജിനൽ ആനിമി. സോ ഇവർ ഈ ആർക്കുകളൊക്കെ എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് അപ്പോഴേക്കും ഇവർ വയസ്സായി മരിക്കും ആ പിള്ളേർ. അടുത്ത ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ ഒരു പേസിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ടൈമിൽ നമ്മളിതിൻ്റെ എൻഡിങ് കാണൂല. കാരണം അത്രേ ഉണ്ട്. ഒരുപക്ഷെ ഇത് ഇനി ജനറേഷൻസ് ഓഫ് ജനറേഷന് വേണ്ടി വെച്ചിട്ടുള്ള സാധനമാണെന്ന് അറിയില്ല ഈ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ. അല്ലെങ്കിൽ ഇവർ ചില സാധനങ്ങളൊക്കെ ഒന്നുമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ടൈം ജമ്പ് ചെയ്യണം. ഈ വലിയ കുറേ ആർക്കൊക്കെ ഇവിടെ എപ്പോൾ എത്താനാണ്. നമുക്ക് വൺ പീസിൻ്റെ ആനിമി അതും ഇപ്രാവശ്യം ഇറങ്ങുന്നുണ്ട്. അത് ഇങ്ങനെ കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഓരോ വീക്കിലി ആയിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാറ്റി സീസൺ ബൈ സീസണായിട്ട് അവർ പ്ലാൻ ചെയ്യായിരുന്നു. സോ അതിൻ്റെ അടുത്ത സീസൺ, നമ്മുടെ എൽബാഫാർക്കുള്ള അടുത്ത സീസൺ ഒരുപക്ഷെ ഈ വർഷം തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അത് നമുക്ക് ഈ വർഷം ഇത്ര എപ്പിസോഡുകളൊന്നും മാത്രമായിട്ട് കൺസ്ട്രെയിൻ ചെയ്ത് മാത്രമായിട്ട് എടുക്കുക. നമുക്ക് വേഗാപാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ കിഡിലൻ വേഗാപ്പങ്കല്ലേ എഗ് ഹെഡ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ആർക്ക് നമ്മൾ കണ്ടതാണ്. സോ അതിൻ്റെ ബാക്കിയും കൂടി നമുക്ക് ഇതിൽ കിട്ടും. സോ വൺ പീസിന് തന്നെ ഡബിൾ വൺ പീസ് ലൈവ് ആക്ഷനും കിട്ടും, നമുക്ക് മറ്റേ ആനിമിയും നമുക്ക് ഇതിൽ തന്നെ കിട്ടും. ദെൻ യൂഫോറിയയുടെ നമ്മുടെ HBOയുടെ യൂഫോറിയയുടെ സീസൺ 4 പുറത്തിറങ്ങുന്നുണ്ട് ഈ വർഷം തന്നെ. ദെൻ ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടർ റൈസിങ്ങും ദെൻ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ടെയിൽസ് ഫ്രം 85 എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. ഒരു സ്പിൻ ഓഫ് ആണ്. ഓൾറെഡി സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചു നമുക്കറിയാം. സോ അതിൽ ഒരു ആനിമേറ്റഡ് സീരീസാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വലിയ റിസപ്ഷൻ ഇതിൽ കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ആനിമേറ്റഡ് ആയതുകൊണ്ട് കാണുമെന്ന് അറിയില്ല. ഇത് സെക്കൻഡ് സീസൺ ആൻഡ് തേർഡ് സീസണിൻ്റെ ഇടയിൽ നടക്കുന്നൊരു കഥയായിട്ടായിരിക്കും കാണിച്ചു തരാം. പക്ഷേ സെയിം ക്യാരക്ടേഴ്സ് തന്നെയാണ്, അവർക്ക് തന്നെയാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളൂ. സോ അവർ പുറത്തൊന്നും പുതിയതായിട്ട് വരാനൊന്നും ചാൻസ് ഇല്ല. സോ ഒരു സെക്കൻഡ് ആൻഡ് തേർഡ് സീസണിന് ഇടയിൽ നടക്കുന്നൊരു കഥ എന്നുള്ള രീതിയിലാണ്. ഇത് ഓൾറെഡി അതിന് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്. ഈ വർഷം തന്നെ അത് പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ബ്ലേഡ് റണ്ണറിൻ്റെ 2099 എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നത്. ബ്ലേഡ് റണ്ണർ വലിയ ഫ്രാഞ്ചൈസാണെന്ന് നമുക്കറിയാമല്ലോ. അതൊരു ഒരു സൈബർ പങ്ക് സെറ്റപ്പുള്ള ഒരു സംഭവം. ഓൾറെഡി ബ്ലേഡ് റണ്ണറിൻ്റെ 2049 എന്ന് പറഞ്ഞ പടമുണ്ട്, അതിൻ്റെ പ്രീക്വലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഉള്ള ഒരു സീരീസ് ആയിട്ടായിരിക്കും കാണിച്ചു തരിക. ഈ വർഷം തന്നെ ഇറങ്ങുന്നത് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. എപ്പോൾ റിലീസ് ഡേറ്റ് ഒന്നും അറിയില്ല. ഈ വർഷം ഇറങ്ങുന്നുണ്ട്. ദെൻ HBOയിലൂടെ ലാൻഡേൺസ് എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ DCUവിൽ ഡയറക്റ്റായിട്ട് കണക്റ്റ് ആവും. നമ്മുടെ ഗ്രീൻ ലാൻഡേണില്ലേ, ആ സെറ്റപ്പാണ്. അവർ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സീരീസാണ്. കൈൽ ചാൻഡലറും ആരോൺ പിയറോ ആയിരിക്കും ഇതിൽ പ്രധാന വിഷയം കൈകാര്യം ചെയ്യുക. DCയുടെ ഒരു പ്ലാൻ ഉണ്ടല്ലോ, ഇങ്ങനെ ചാപ്റ്ററായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ ഗോഡ്സ് ആൻഡ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഗ, നമ്മുടെ മാർവലൊക്കെ ഇൻഫിനിറ്റി സാഗ, മൾട്ടിവേഴ്സ് സാഗ എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ ആ ഒരു സാഗയിൽ ഉൾപ്പെടുന്നൊരു സീരീസ് ആയിരിക്കും ഈ പറയുന്ന ലാൻഡൻസ്. ദെൻ ഹാഫ് മാൻ എന്ന് പറഞ്ഞൊരു സീരീസ് പുറത്തിറങ്ങുന്നുണ്ട് ഈ വർഷം തന്നെ. റിച്ചാർഡ് ഗാർഡ് സംവിധാനം ചെയ്യുന്ന സീരീസ്. ഓൾറെഡി കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സിലൂടെ ബേബി റെയിൻഡിയർ എന്ന് പറഞ്ഞൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം ഒരു കിട്ടില്ല സീരീസാണ്. ആ സീരീസ് ക്രിയേറ്റ് ചെയ്തതും അഭിനയിച്ചതും ഒരേ ആൾ തന്നെയാണ് ഈ റിച്ചാർഡ് ഗാർഡ്. ആളുടെ അടുത്ത സീരീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു ക്രിയേറ്ററാണ്. സോ ഇതും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. ദെൻ സ്പൈഡർ നോയറും കൂടി ഈ വർഷം പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ആമസോൺ പ്രൈം വീഡിയോട്ട് നമ്മുടെ അറൗണ്ട് മെയിലൊക്കെയാണ് പുറത്തിറങ്ങുന്നത്. നമ്മുടെ നിക്കോളസ് കേജിൽ നമ്മൾ പണ്ട് നമ്മുടെ ഗോസ്റ്റ് റൈഡറായിട്ട് കണ്ടതാണ്. പിന്നെ ഒരു മാർവൽ ക്യാരക്ടറായിട്ട് നമ്മൾ കണ്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പൈഡർമാൻ ഇൻടു ദി സ്പൈഡർ വേഴ്സിൽ നമ്മൾ ഈ ഒരു ക്യാരക്ടർ ആനിമേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അത് ഇതേ ക്യാരക്ടറാണെന്ന് എനിക്കറിയില്ല. കാരണം ഈ സ്പൈഡർ നോയർ തന്നെയാണ്. പക്ഷേ ഈ ലൈവ് ആക്ഷനിൽ വരാൻ പോകുന്ന സാധനമാണ്. എനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നത്. എനിക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ നിക്കോളസ് കേജ് തന്നെയാണ് ഇതിലും ഈ സ്പൈഡർ നോയറായിട്ട് അഭിനയിക്കുന്നത്. സോ മാർവൽ ഓൾറെഡി മൂപ്പര് ഗോസ്റ്റ് റൈഡറായിട്ടും സ്പൈഡർ നോയറായിട്ടും ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ ഒരു ആൾട്ടർനേറ്റ് യൂണിവേഴ്സിലുള്ള ഒരു സ്പൈഡർമാനായിട്ടാണ് കാണിക്കുക. രണ്ട് രീതിയിൽ ഈ സീരീസ് നമുക്ക് കാണാം. ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡിലും ദെൻ കളറായിട്ടുള്ള ട്രൂ കളറായിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾറെഡി ഇതിൻ്റെ പോസ്റ്റേഴ്സും ഒഫീഷ്യൽ ടീസറും ട്രെയിലറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ആയിരിക്കും ഇത് റിലീസ് ചെയ്യാം. അതിന് ഞാൻ ഈ പറഞ്ഞ സ്പൈഡർ വേഴ്സിലുള്ള ഒരു ക്യാരക്ടറാണോ എന്ന് എനിക്കറിയില്ല. അത് ഡയറക്റ്റായിട്ട് കണക്ഷൻ വരുമോ അറിയില്ല. പക്ഷേ ലൈവ് ആക്ഷനാണ് നിക്കോളസ് കേജ് തന്നെ. അതിലും നിക്കോളസ് കേജ് തന്നെയാണ് നമ്മൾ വോയിസ് ഓവർ ചെയ്തത്. ശരിയാണ്.
സോ എന്തെങ്കിലുമൊക്കെ കണക്ഷൻ ഉണ്ടാവും ഒരു പക്ഷേ. അതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇത്രയും സീരീസുകളാണ് ഈ വർഷം ഞാൻ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഇതല്ലാതെ ഒരുപാട് സാധനങ്ങൾ പുറത്തിറങ്ങാനുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുള്ള എനിക്ക് കാണണമെന്ന് തോന്നിയിട്ടുള്ളത് ഇതൊക്കെയാണ്. സോ ഈ പറഞ്ഞ ലിസ്റ്റിൽ തന്നെ നിങ്ങൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സീരീസ് ഏതെന്നോ ഇതിൽ ഉൾപ്പെടുത്താത്ത വേറെ ഏതെങ്കിലും സീരീസ് ഈ വർഷം പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ അതും ഏതെന്ന് താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീണ്ടും കാണാം. നന്ദി.